Hello all, welcome to Competitive Cracker. I'm Dr. Vidya Vijayan. ഓക്കെ, അപ്പം നമ്മൾ സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. പക്ഷെ എത്ര പേർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? കുറേ പേര് ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും ഒരു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾ എല്ലാവരും പാസ്സാകണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. എന്നാൽ പാസ്സാകില്ല. അതുപോലെ തന്നെ പുതിയ ഒരുപാട് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇനി വരുന്ന സെറ്റ് എക്സാം വളരെ ക്രൂഷ്യലാണ്. അപ്പം എത്രയും പെട്ടെന്ന് സെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അൾട്ടിമേറ്റ് എയിം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടൈം പീരീഡ് അതൊരു ലോങ് ടേം ബാച്ച് ആയി സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് സ്റ്റഡി ചെയ്യാം അല്ലേ? അപ്പം അതിനായി CC നിങ്ങൾക്ക് ലോങ് ടേം ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ നമുക്കുണ്ട് അല്ലേ? അപ്പം ഈ റീസെന്റ് എക്സാം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാം പാറ്റേൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പം അതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഫ്രം സം വർക്ക്സ് അല്ലേ? അപ്പം അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് എന്നുള്ളത് ഓരോ പ്രാവശ്യവും വേരി ചെയ്യും. പക്ഷെ ഇവിടെ ലെറ്റ്സ് ഗോ ത്രൂ സം ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഫ്രം സം ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. Here comes your first question. So it's not in the form of a question, it is in the form of a line, and the explanations are given below also. Okay, so the first thing, to be or not to be, that is the question. Okay, it's a very famous soliloquy and it is delivered by Hamlet, right? To be or not to be, whenever we are in a confused situation, we all use that line, right? So to be or not to be is actually a line from, that is the question, is a line taken from Hamlet. Okay, that's a line taken from Hamlet, and we know that Hamlet is a tragedy written by William Shakespeare. Okay, this is the opening line of Act 3, Scene 1. And what does it stand for? It stands for, or it deals with, or it contemplates the existence and the nature of life and death. Okay, so let's go through some important lines from some important words. Okay, so here comes your first line. To be or not to be, that is the question. So it's a famous soliloquy. We all know this dialogue, right? So actually we are moving from simple to complex. Okay, so this is a simple dialogue and we know that it's actually taken from Hamlet, and Hamlet is one of the important tragedies written by William Shakespeare. And Act 3 Scene 1 ile ഒരു opening line തന്നെയാണ് to be or not to be. And അതിന്റെ meaning എന്താണ്? It contemplates the existence and the nature of life and death. Okay, അപ്പോൾ ആ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലൈൻ തന്നെയാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ. Yeah, here comes your second line. It was the best of times and it was the worst of times. Okay, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ഡയലോഗ് ഓർ വിത്ത് ദിസ് ലൈൻ. And this is actually taken from A Tale of Two Cities, which is written by Charles Dickens. Okay, അപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ് ചാൾസ് ഡിക്കൻസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് Tale of Two Cities, and we know that it actually tells the tale of two cities like London and Paris, right? Okay, so Tale of Two Cities വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്, ആൻഡ് ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് ദ കോൺട്രഡിക്ഷൻസ് ആൻഡ് ഡ്യുവാലിറ്റീസ് ഓഫ് ദാറ്റ് എറ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ലൈൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ തേർഡ് ലൈൻ. ഓക്കെ, all animals are equal but some animals are more equal than others. ഇതും നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ പെട്ടെന്ന് ഏത് വർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ we will be confused, right? സോ ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ലൈൻസുകൾ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല, ഓരോ നോവലുമായിട്ടും അല്ലെങ്കിൽ ഓരോ വർക്കുമായിട്ടും കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി തന്നെയാണ് അല്ലേ? അപ്പം ഇത് ഈ ലൈൻ എവിടെ നിന്നാണ് എടുത്തത്? all animals are equal but some animals are more equal than others is taken from the work Animal Farm, which is written by George Orwell. George Orwell വളരെ familiar ആയിട്ടുള്ള writer ആണ്, and actually George Orwell is his pen name, right? And what is his real name? His real name is Eric Arthur Blair. Okay, so
എന്താണ് ഈ ലൈനിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? ദിസ് ലൈൻ ആക്ച്വലി ക്രിട്ടിക്സ് ദ ഹിപ്പോക്രസി ആൻഡ് കറപ്ഷൻ ദാറ്റ് ക്യാൻ അറൈസ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ ഓരോ ലൈനിനും ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. നമുക്ക് ആ ഒരു ഇൻഡെപ്ത് മീനിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് what we have to focus on is we have to focus on the lines, and the lines is the lines are actually taken from which particular work and who is the author of that particular work. അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. Okay, next one. Okay, this is the important line. Call me Ishmael. Okay, call me Ismail. And this is a dialogue, or this is a line taken from the work Moby Dick, and it is written by Herman Melville. It is written by Herman Melville. Okay, അപ്പം എന്താണ് Call Me Ishmael? Ishmael is actually the narrator of that particular work. Okay, the novel's famous opening introduces the enigmatic narrator. Call Me Ishmael. ഇതെല്ലാം ഓപ്പണിംഗ് ലൈൻ ആണെന്നുള്ളതല്ല പറയുന്നത്. All these lines are taken from that particular work. അതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇഷ്മേൽ is the enigmatic narrator here. Next important line. It is a truth universally acknowledged that a single man in possession of a good fortune must be in want of wife. അല്ലേ, എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് എനിവേ, ദിസ് ഇസ് എ വെരി ഫേമസ് ലൈൻ, ആൻഡ് നമുക്ക് എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനും കൂടിയാണ് അല്ലേ. എ സിംഗിൾ മാൻ ഇൻ പൊസഷൻ ഓഫ് എ ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വാണ്ട് ഓഫ് എ വൈഫ്. ഓക്കെ, അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ലൈനായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ടേക്കൺ ഫ്രം ദ വർക്ക് Pride and Prejudice. Okay, and who is the author of Pride and Prejudice? Definitely Jane Austen. നമുക്കറിയാം ജെയിൻ ഓസ്റ്റൻ്റെ ഒരുപാട് വർക്ക്സുകളുണ്ട്. മാൻസ്ഫീൽഡ് പാർക്ക്, എമ്മ, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, പെർസുവേഷൻ, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇറ്റ്സ് ആക്ച്വലി കമൻസ് ഓൺ ദ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് മാരേജ്. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ദ societal expectations and the concepts of marriage. Okay, then next one, Heathcliff, it's me, Kathy. One line is inverted comma is missing here. Anyway, this is a line. Heathcliff, it's me, Kathy. Okay, Heathcliff is a character from Emily Bronte's Wuthering Heights. We are familiar with Bronte sisters. Okay, Emily Bronte is there, Charlotte Bronte is there, ആൻഡ് ബ്രോണ്ട് ഈസ് ദെയർ. നമുക്കറിയാം ഇവർക്കെല്ലാം പെൻ നെയിമുകളുണ്ട്. നമ്മുടെ ഓരോ ക്ലാസ്സസിലും ഇവരുടെ പെൻ നെയിംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ലൈനും ഒരു പെർട്ടിക്കുലർ ഓതറിനെയാണ് അല്ലേ. അപ്പം ദിസ് ലൈൻ, Heathcliff, it's me, Kathy, is taken from Wuthering Heights and it is written by Emily Bronte. എന്താണ് ഈ ലൈനിൽ പറയുന്നത്? ദിസ് ലൈൻ ആക്ച്വലി ക്യാപ്ചേഴ്സ് ദ ഹോണ്ടിങ് and tumultuous relationship between the main characters. Okay, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വുദറിംഗ് ഹൈറ്റ്സിൽ. ഒന്നല്ല അല്ലേ, നമുക്കറിയാം നമ്മളിപ്പം we discussed the work Hamlet and we discussed Pride and Prejudice, Wuthering Heights and Moby Dick. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഒരു ലൈനാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓഫ് കോഴ്സ് നോട്ട്. നമുക്കറിയാം പ്ലെൻറ്റി ഓഫ് ലൈൻസ് ആർ ദെയർ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ലൈൻസുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സോ വി ബീറ്റ് ഓൺ, boats against the current, borne back ceaselessly into the past. Okay, this is a very famous line. അത്ര കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്രയധികം പരിചയമില്ലാത്ത ഒരു ലൈനാണ്, പക്ഷെ വർക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ. ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി ബൈ എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് ഗാറ്റ്സ്ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നമുക്കറിയാം ഏകദേശം ആ ഒരു അമേരിക്കൻ ഡ്രീം ഒക്കെ കൺവേ ചെയ്യപ്പെടുന്ന ഒരു വർക്ക് തന്നെയാണ് അല്ലെ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ പറയുന്നത് അമേരിക്കൻ ഡ്രീമിനെ പറ്റിയാണ്. അപ്പം ഒരു കൈൻഡ് ഓഫ് എന്താണ് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവൽ തന്നെയാണ് ഗ്രേറ്റ് ഗാറ്റ്സ്ബി. And this novel's closing line reflects on the relentless struggle against the passage of time. ഈ ഒരു ലൈൻ എന്താണ് ആക്ച്വലി? it stands for the relentless struggle of human being against the passage of time. Okay, അപ്പോൾ അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ, Time's winged chariot hurrying near,
to his coy mistress by Andrew Marvell. Andrew Marvell എന്നുള്ള റൈറ്ററിനെ ഒരിക്കലും നമുക്ക് ഫോർഗെറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹി ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ്, അദ്ദേഹം ഏത് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിലുള്ള ആളാണ്? ഓഫ് കോഴ്സ് മെറ്റഫിസിക്കൽ റൈറ്റർ ആണ് അല്ലെ, ആൻഡ്രൂ മാർവൽ. ടു ഹിസ് കോയ് മിസ്ട്രസ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ടേംസ്, വെജിറ്റബിൾ ലവ് എന്നുള്ള ടേം ഒക്കെ നമ്മൾ അതിൽ കൂടിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ദിസ് ലൈൻ emphasizes the swift passage of time and the urgency of seizing the moment. Here, actually the poet, the speaker of the poem is urging his beloved, don't waste our time because time is too precious for us, right? So he is saying, time's winged chariot hurrying near. Okay, then next important line. Whatever our souls are made of, his and mine are the same. Okay, again നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വർക്ക് തന്നെയാണ് വുദറിംഗ് ഹൈറ്റ്സ് അല്ലെ. അപ്പൊ വുദറിംഗ് ഹൈറ്റ്സിലെ ഒരു ഡയലോഗ്, ഹിത്ക്ലിഫ് എന്നുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് നമ്മൾ മീറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം നമ്മൾ വന്നത് എന്താണ്? Whatever our souls are made of, his and mine are the same. So this line expresses the deep and tumultuous connection between Catherine and Heathcliff. Okay, അപ്പം എന്താണ് ഈ ഒരു ഡയലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ കാതറീൻ ആൻഡ് ഹിത്ക്ലിഫ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദിസ് പർട്ടിക്കുലർ ലൈൻ ഈസ് ടേക്കൺ ഫ്രം വുദറിംഗ് ഹൈറ്റ്സ് വിച്ച് ഈസ് റിട്ടൺ ബൈ എമിലി ബ്രോണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ഏപ്രിൽ ആൻഡ് ദ ക്ലോക്സ് വെയർ സ്ട്രൈക്കിംഗ് 13. ഓക്കെ, ദിസ് ഈസ് ഓൾസോ എ വെരി ഫേമസ് ലൈൻ. നമ്മൾ ജോർജ് ഓവലിന്റെ അനിമൽ ഫാം മീറ്റ് ചെയ്തു അല്ലെ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് 1984. അതിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ഏപ്രിൽ ആൻഡ് ദ ക്ലോക്സ് വെയർ സ്ട്രൈക്കിംഗ് 13. ഓക്കെ, ദിസ് ലൈൻ സെറ്റ്സ് എ ഡിസ്റ്റോപ്പിയൻ ടോൺ ഫോർ ദ നോവൽ, ഇൻട്രൊഡ്യൂസിങ് എ വേൾഡ് ഓഫ് ഓൾട്ടേർഡ് റിയാലിറ്റി ആൻഡ് അതോറിറ്റേറിയൻ കൺട്രോൾ. ഓക്കെ, അപ്പൊ അത് 1984ഉം അനിമൽ ഫാമും അതുപോലെ തന്നെ ജോർജ് ഓവൽ എന്നുള്ള ഓതറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈൻ. All happy families are alike. Each unhappy family is unhappy in its own way. Yeah, it's a true, well, it's a very valid statement, right? So this is taken from the very famous work Anna Karenina by Leo Tolstoy. Leo Tolstoy വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. അപ്പൊ ലിയോ ടോൾസ്റ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വാർ ആൻഡ് പീസ്. ഓക്കെ, അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അന്ന കരീന. ഈ ലൈൻ, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ alike, each unhappy family is unhappy in its own way, is an important line too. ഇനി എന്താണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്? It suggests the complexity and uniqueness of personal sorrows. Okay, it suggests the complexity and uniqueness of personal sorrows. Okay, അടുത്ത important line ഏതാണ്? The past is never dead. It's not even past. Okay, this is a line from Requiem for a Nun by William ഫോക്നർ. വില്യം ഫോക്നർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൈറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് സൗണ്ട് ആൻഡ് ഫ്യൂരി ആണ്. ആൻഡ് വി നോ ദാറ്റ് സൗണ്ട് ആൻഡ് ഫ്യൂരി ഈസ് ആക്ച്വലി ടേക്കൺ ഫ്രം, ദാറ്റ് ലൈൻ ഈസ് ടേക്കൺ ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് മാക്ബത്ത് അല്ലെ. ലൈഫ് ഈസ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. അപ്പൊ അത് മാക്ബത്തിൽ നിന്നാണ്. സോ വില്യം ഫോക്നർ ആ ഒരു സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നുള്ള വർക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഡ് എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നുള്ള വർക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് റിക്വയം ഫോർ എ നൺ. And this line, the past is never dead, it's not even past, is taken from Requiem for a Nun. Okay, and ഇനി എന്താണ് ഈ ലൈനിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? It reflects on the enduring presence of history in our lives. Okay, history in our lives. Any next important ആയിട്ടുള്ള ലൈൻ ഏതാണ്? It doesn't do to dwell on dreams and forget to live. It does not do to dwell on dreams and forget to live. This is a very famous line from
ഹാരി പോട്ടർ ആൻഡ് ദ സോസറർ സ്റ്റോൺ ബൈ J.K. റൗളിംഗ്. നമുക്ക് എല്ലാവർക്കും അല്ലേ, എസ്പെഷ്യലി കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്കാണ് ഹാരി പോട്ടർ. അപ്പം അതിലെ ഒരു സീരീസിനകത്തെ ലൈനാണ് ഹാരി പോട്ടർ ആൻഡ് സോസറർ സ്റ്റോൺ എന്നുള്ള വർക്കിലെ ലൈനാണ് ഇറ്റ് ഡസൻ ഡു ടു ഡ്വെൽ ഓൺ ഡ്രീംസ് ആൻഡ് ഫോർഗെറ്റ് ടു ലിവ്. ഇറ്റ്സ് റിട്ടൺ ബൈ ദിസ് പർട്ടിക്കുലർ വർക്ക് ഈസ് റിട്ടൺ ബൈ J.K. റൗളിംഗ്. And this line advises the importance of balancing aspirations with present realities. അല്ലേ, അപ്പോൾ എന്താണ് ഡ്രീംസിനെ മാത്രം ബിലീവ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഡസൻ ഡു ടു ഡ്വെൽ ഓൺ ഡ്രീംസ് ആൻഡ് ഫോർഗെറ്റ് ടു ലിവ്. അപ്പോൾ ലൈഫ് ഒരു റിയാലിറ്റി ആണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ. The only way to get rid of a temptation is to yield to it. Okay, the only way to get rid of a temptation is to yield to it. And this is a line from The Picture of Dorian Gray by Oscar Wilde. ഓസ്കാർ വൈൽഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കോമഡി ഓഫ് മാനേഴ്സ് അല്ലെ, ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കോമഡി ഓഫ് മാനേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ആണ്. അപ്പം നമുക്കറിയാം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ ഈസ് ടേക്കൺ ഫ്രം ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. ഇനി എന്താണ് ഇതിലെ മീനിങ് എന്താണ്? ദിസ് ഇസ് എ പ്രൊവോക്കേറ്റീവ് ലൈൻ ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് desire and moral consequences. Themes of desire and moral consequence. ഇനി നമ്മുടെ നെക്സ്റ്റ് ലൈൻ. I am no bird and no net ensnares me. Okay, this is a very famous line from the work Jane Eyre and it's written by Charlotte Bronte. നമ്മൾ ബ്രോൺ സിസ്റ്റേഴ്സിനെ പറഞ്ഞു അല്ലേ, എമിലി ബ്രോണ്ടിന്റെ വുതറിംഗ് ഹൈറ്റ്സിലെ 2 ഇമ്പോർട്ടൻറ്റ് ലൈൻസ് നമ്മൾ മീറ്റ് ചെയ്തു അല്ലേ. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്, ഐ ആം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് എൻസ്നെയേഴ്സ് മീ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് മീനിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. അപ്പം ആൻഡ് ദിസ് ലൈൻ വളരെ എന്താണ്, ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് ദ പ്രൊട്ടാഗണിസ്റ്റ് സ്ട്രോങ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് വർത്ത് അല്ലേ. നോ ബേർഡ്, ഐ ആം നോ ബേർഡ് എന്നാണ് പറയുന്നത് അല്ലേ, ഞാനൊരു ബേർഡ് അല്ല, അതുകൊണ്ട് തന്നെ നത്തിങ് ടെറിഫൈസ് മീ അല്ലെങ്കിൽ നത്തിങ് ഫ്രൈറ്റൻസ് മീ അല്ലേ. അപ്പം ദാറ്റ് ഷോസ് her strong sense of independence and self-worth. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ലൈൻസുകൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇതെന്താണ്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? അധ്യാപനം വെറും ഒരു സ്വപ്നമാകില്ല. അതുകൊണ്ട് തന്നെ വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് ജൂലൈയിലാണ്. ഒരു ലോങ് ടേം ബാച്ചിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത്, ഇപ്പോഴേ നമുക്കറിയാം ഒരു ലാസ്റ്റ് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ലിമിറ്റഡ് ആകും എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ ഒരു ലോങ് ടേം ആകുമ്പോൾ ഡെയിലി നമുക്ക് ഇത്ര പോർഷൻസ് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര പോർഷൻസിൽ ഫോക്കസ് ചെയ്യാം. ലൈവ് ക്ലാസ്സസ് ഒക്കെ വളരെ ആദ്യം തൊട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ നമ്പർ 9746455514 ആണ്. അപ്പം നിങ്ങളുടെ എത്രയും പെട്ടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ, അതായത് സെറ്റ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് CC യോടൊപ്പം ജോയിൻ ചെയ്യൂ. താങ്ക് യു ഓൾ.